Hi students, welcome to a new class. Today we are going to discuss the business entry strategies of international business. When a firm entering into the international business, the firm may use different kind of strategies to enter into the international market. A company may use different kind of techniques or different strategies to enter into the international business, to enter into the international market. A domestic company wants to become global. A domestic company wants to become global and are using the global marketing technique to reach the international market. For the purpose of the internationalization of a domestic company, a company is required to follow certain business entry strategies, international business entry strategies. By following one of the business entry strategy, a company can enter into the international business. In the modern era, in the increased competition, advancement of technology, increased globalization causes domestic firms enter into the international business. ഡൊമസ്റ്റിക് ഫേംസിന് ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്? കോമ്പറ്റീഷൻ, അഡ്വാൻസ്മെൻറ്റ് ഓഫ് ടെക്നോളജി, ഇൻക്രീസിങ് ഗ്ലോബലൈസേഷൻ ഒക്കെ കാരണമാവുന്നുണ്ട്. സെവറൽ കൺട്രീസ് ആർ പ്രൊവൈഡിങ് ബിസിനസ് ഫ്രണ്ട്ലി, എൻകറേജിങ് ട്രേഡ് ആൻഡ് റിമൂവൽ ഓഫ് സ്ട്രിഞ്ചൻറ്റ് ട്രേഡ് ബാരിയേഴ്സ്. ഒരുപാട് രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു? ട്രേഡിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബൈ ലിബറലൈസിങ് ദി ലോ, ബൈ ലിബറലൈസിങ് ദി റെഗുലേഷൻസ്, ഇറ്റ് മോട്ടിവേറ്റ്സ് കമ്പനി ടു അഗ്രസീവ്ലി മൾട്ടിപ്ലൈ ദെയർ ടാർഗറ്റ്സ്. The governments of various countries are also determined to make their economic growth through international business. ഇൻ്റർനാഷണൽ ബിസിനസ്സിലൂടെ രാജ്യത്തിൻ്റെ വളർച്ചയാണ് പല ഗവൺമെൻറ്റുകളും ലക്ഷ്യം വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? താരിഫ് ബാരിയേഴ്സ്, ട്രേഡ് ബാരിയേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. ഇൻ്റർനാഷണൽ ബിസിനസ്സിന് എന്ത് ചെയ്യുന്നു? പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. സോ ദർ ആർ സർട്ടൻ ബിസിനസ് എൻട്രി സ്ട്രാറ്റജീസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ മൂവിങ് ടു ദി റീസൺസ് ഓഫ് എൻറ്ററിങ് ഇൻ ടു ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻറ്റർ ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? When a domestic firm wants to become international, that is because of certain important reasons. A domestic company is performing in a domestic market. They want to move into the international level due to the certain reasons. Domestic market പെർഫോം ചെയ്യുന്ന ഡൊമസ്റ്റിക് കമ്പനീസിന് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകണമെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ടാവും. ദർ ആർ സർട്ടൻ റീസൺസ് ഫോർ എൻറ്ററിങ് ഇൻ ടു ദി ഇൻ്റർനാഷണൽ മാർക്കറ്റ്. അന്താരാഷ്ട്ര കമ്പോളത്തിലേക്ക് ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നുള്ള ഒരു കമ്പനി പോവുകയാണെങ്കിൽ അതിന് സർട്ടൻ റീസൺ, കാരണങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ദ ഫസ്റ്റ് റീസൺ ഈസ് ഡൊമസ്റ്റിക് മാർക്കറ്റ് കൺസ്ട്രെയിൻസ്. ഡൊമസ്റ്റിക് മാർക്കറ്റ് കൺസ്ട്രെയിൻസ് ആണ് ഫസ്റ്റ് റീസൺ. കാരണം പ്രാദേശിക കമ്പോളത്തിലുള്ള പ്രശ്നങ്ങൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. Domestic market constraints drive many companies to extend the market beyond the national boundaries. പ്രാദേശിക കമ്പോളത്തിലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കമ്പനികൾ എന്ത് ചെയ്യുന്നു? അവരുടെ നാഷണൽ ബൗണ്ടറീസിൻ്റെ, ആ രാജ്യത്തിൻ്റെ അതിർത്തിക്ക് പുറത്തേക്ക് അവരുടെ മാർക്കറ്റിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാരണമാക്കുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇഫ് ദ സൈസ് ഓഫ് ഡൊമസ്റ്റിക് മാർക്കറ്റ് ഈസ് വെരി സ്മോൾ, കമ്പനി ലുക്ക് ഫോർവേഡ് ടു ഫോറിൻ മാർക്കറ്റ് ടു അച്ചീവ് ദ എക്കണോമി ഓഫ് സ്കെയിൽ. ഡൊമസ്റ്റിക് മാർക്കറ്റ് വളരെ ചെറുതാണ്, ഡൊമസ്റ്റിക് മാർക്കറ്റിലെ റിക്വയർമെൻറ്റ്സ് വളരെ കുറവാണ് എങ്കിൽ കമ്പനീസ് എന്ത് ചെയ്യും? ഫോറിൻ മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നതിന് ആഗ്രഹിക്കും. ബിക്കോസ് ദേ വാണ്ട് ടു അച്ചീവ് ദ എക്കണോമി ഓഫ് സ്കെയിൽ ത്രൂ ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ. ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷനിലൂടെ എക്കണോമി ഓഫ് സ്കെയിൽ അച്ചീവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഡൊമസ്റ്റിക് മാർക്കറ്റിലെ കമ്പനീസ് എന്ത് ചെയ്യുന്നു? ഫോറിൻ മാർക്കറ്റിലേക്ക് പോകുന്നു. ഡ്യൂ ടു ദ സ്മോൾ സൈസ് ഓഫ് ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഡൊമസ്റ്റിക് മാർക്കറ്റ് ചെറുതായതുകൊണ്ട് തന്നെ ഫോറിൻ മാർക്കറ്റിലേക്ക് എക്കണോമി ഓഫ് സ്കെയിൽ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പോകുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ഡൊമസ്റ്റിക് മാർക്കറ്റ് കൺസ്ട്രെയിനിൽ വരുന്നത്.
രണ്ടാമത്താണ് ഡ്യൂ ടു റിസഷൻ ഇൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഡൊമസ്റ്റിക് മാർക്കറ്റിലെ റിസഷൻ കാരണം എന്ത് ചെയ്യുന്നു? കമ്പനീസ് മേ നോട്ട് ബി ഏബിൾ ടു യൂട്ടിലൈസ് ദ ഫുൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല? അവരുടെ ഫുൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? അവർ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ തന്നെ അവർക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വിറ്റഴിക്കാൻ സാധിക്കുന്നില്ല എന്ന്. ദേ ആർ അൺഎബിൾ ടു സെൽ ഇൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. Then the market for a number of products tend to saturated or decline in advanced countries. അഡ്വാൻസ്ഡ് കൺട്രീസിൽ എന്ത് ചെയ്യുന്നു? ചില പ്രൊഡക്റ്റുകളുടെ എന്ത് ചെയ്യുന്നു? അതിനുള്ള ട്രെൻഡ് എന്ത് ചെയ്യുന്നു? സാച്ചുറേറ്റ് ചെയ്യുന്നു, ഡിക്ലൈൻ ചെയ്യുന്നു എന്ന്. അതൊക്കെ ഇതിന് കാരണമാണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഡിമാൻഡ് ഫോർ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഡിമാൻഡ്, അതും ഇതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഗ്രോത്ത് ഓഫ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഓക്കെ, അതൊക്കെയാണ് ഡൊമസ്റ്റിക് മാർക്കറ്റ് കൺസ്ട്രെയിൻസിൽ വരുന്ന കാര്യങ്ങൾ. ദെൻ സെക്കൻഡ് വൺ, ഗവൺമെൻറ് പോളിസീസ് ആൻഡ് റെഗുലേഷൻ. ഗവൺമെൻറ് പോളിസീസ് ആൻഡ് റെഗുലേഷൻ പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി അഫക്റ്റിംഗ് ദി ബിസിനസ്. ഒരു ബിസിനസ്സിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കുന്നതാണ് ഏത്? ഗവൺമെൻറ് പോളിസീസ്, റെഗുലേഷൻ. Some of the governments may impose certain restrictions on further growth and capacity of expansion of some firms in the domestic market in order to achieve certain social objectives. ചില ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്യുന്നു? ബിസിനസ്സിൻ്റെ മുകളിൽ certain restrictions, അതുപോലെ ബാരിയേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു. And other kind of governments and other government or some governments providing trade liberalization policy. വ്യാപാരത്തെ ഉദാരവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട്. സോ ഗവൺമെൻറ് പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് ഓൾസോ എ മെയിൻ കോമ്പണൻറ്റ് ഓർ മെയിൻ റീസൺ ഫോർ എ ഡൊമസ്റ്റിക് ഫേം ടു എൻറ്ററിങ് ഇൻ ടു ദി ഇൻ്റർനാഷണൽ മാർക്കറ്റ്. തേർഡ് വൺ, ഗ്രോത്ത് ഓഫ് ഓവർസീസ് മാർക്കറ്റ്. ഗ്രോത്ത് ഓഫ് ഫോറിൻ മാർക്കറ്റ്. ഫോറിൻ മാർക്കറ്റിൻ്റെ വളർച്ച, ഫോറിൻ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് പൊട്ടൻഷ്യൽ, അതെന്ത് ചെയ്യുന്നു? ഡൊമസ്റ്റിക് ഫേംസിനെ എന്ത് ചെയ്യുന്നു? ഫോറിൻ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കാരണമാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ദി ഫോർത്ത് വൺ, റെഡ്യൂസ് കോസ്റ്റ്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മോട്ടിവേഷൻസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് ഈസ് ടു റെഡ്യൂസ് ദ കോസ്റ്റ്. ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇത് പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു കാരണം. മെനി ഇൻ്റർനാഷണൽ ഫേംസ് എസ്റ്റാബ്ലിഷ് ദെയർ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ഇൻ ദ കൺട്രീസ് വേർ ദ മാനുഫാക്ചറിങ് കോസ്റ്റ് ആർ ചീപ്പർ. ഉൽപ്പാദന ചെലവ്, ഉൽപ്പന്നങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഉൽപ്പാദന ചെലവ്, ലേബർ, പവർ, റോ മെറ്റീരിയലൊക്കെ വളരെ ചീപ്പ് റേറ്റിൽ കിട്ടുന്ന രാജ്യങ്ങളിലാണ് ഒരുപാട് ഇൻ്റർനാഷണൽ ഫേംസ് എന്ത് ചെയ്യുന്നത്? അവരുടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ആപ്പിൾ കമ്പനി ഈസ് പ്രൊഡ്യൂസിങ് ദെയർ പ്രൊഡക്ട്സ് ഫ്രം ചൈന ത്രൂ ഫോക്സ്കോൺ, എ കമ്പനി കോൾഡ് ഫോക്സ്കോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് ചൈനയിൽ നിന്നും എന്ത് ചെയ്യുന്നത്? ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്യുന്നത്? അവരുടെ പ്രൊഡക്റ്റുകളെ മാനുഫാക്ചർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അവിടെ ചീപ്പായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചീപ്പറായിട്ട് വളരെ ലോ കോസ്റ്റിൽ എന്ത് ചെയ്യാൻ സാധിക്കുന്നു? അവർക്ക് പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു? ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുന്നു. സോ ദ ഇമ്പോർട്ടൻറ്റ് മോട്ടിവേഷൻ ഫോർ ഇൻ്റർനാഷണൽ ബിസിനസ് ഈസ് ടു റെഡ്യൂസ് ദ കോസ്റ്റ്. ചെലവ് കുറക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ഈസ് ദ നെസസറി ഫോർ അൾട്ടിമേറ്റ് സർവൈവൽ ഓഫ് ദി ഫേം. ദിസ് ഇറ്റ് സെൽഫ് മേ നീഡ് ടു കമ്പനി ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ദെൻ സീക്ക് എക്സ്പോർട്ട് മാർക്കറ്റ്. പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നത് പ്രധാനപ്പെട്ടൊരു കാരണമാണ്. ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുമ്പോൾ സർപ്ലസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യാൻ സാധിക്കുന്നു? എക്സ്പോർട്ട് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു? സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഒരുപാട് കമ്പനികൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നു? പണം ചെലവഴിക്കുന്നുണ്ട്. ദെൻ റിലേറ്റീവ് പ്രോഫിറ്റബിലിറ്റി ഈസ് അനദർ റീസൺ ഫോർ ഡൊമസ്റ്റിക് കമ്പനി ടു എൻറ്റർ ഇൻ ടു ദി ഫോറിൻ മാർക്കറ്റ്. റിലേറ്റീവ് പ്രോഫിറ്റബിലിറ്റി. One of the most important objectives of internationalization is profit advantage. International business could be more profitable than the domestic. ഡൊമസ്റ്റിക് ബിസിനസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ
പ്രാദേശിക ബിസിനസ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത് കൂടുതൽ ലാഭകരമായിരിക്കും. ദ പ്രൈസ് റിയലൈസ്ഡ് ഇൻ എക്സ്പോർട്ട് മാർക്കറ്റ് മേ റിലേറ്റീവ്ലി ഹയർ ദാൻ റിയലൈസ്ഡ് ഇൻ ദി ഹോം മാർക്കറ്റ്. നമ്മുടെ ഹോം മാർക്കറ്റിലുള്ള ഒരു ഉൽപ്പന്നത്തിൻ്റെ വില അതേ ഉൽപ്പന്നം എക്സ്പോർട്ട് മാർക്കറ്റിൽ എന്ത് ചെയ്തിരിക്കും, അതിൻ്റെ വില താരതമ്യേന കൂടുതലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. എസ്പെഷ്യലി ഗാർമെൻറ്റ്സ്, ജ്വല്ലറി എക്സെട്ര. Then diversification to reduce the business risk. For the domestic companies may have some business risk. In order to reduce the business risk, they may diversify their business into several countries. റിസ്കിനെ മിനിമൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട്, റിസ്കിനെ ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, ബിസിനസ് റിസ്കിനെ ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട്, കുറക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, അവർ ഡൈവേഴ്സിഫൈ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. A diversified export business may help in mitigating or minimizing sharp fluctuation in the overall activity of a firm. ഒരു സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിനെ, വ്യതിയാനങ്ങളെ എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡൈവേഴ്സിഫൈഡ് എക്സ്പോർട്ട് ബിസിനസ് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് വിഷൻ. The systematic and growing internationalization of many companies is essentially part of their business policy or strategic management. ഒരു സ്ഥാപനത്തിൻ്റെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെയോ ബിസിനസ് പോളിസിയുടെയോ ഒക്കെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക, ബിസിനസ്സുകൾ എന്ത് ചെയ്യുന്നു, ഇൻ്റർനാഷണലൈസ് ചെയ്യപ്പെടുന്നത്. അതൊരു റീസണാണ്. സം ഓഫ് ദ കമ്പനീസ് വിഷൻ ഈസ് ദാറ്റ് they want to internationalize their products and business. ചില ബിസിനസ് സ്ഥാപനങ്ങളുടെ ലക്ഷ്യം തന്നെ എന്തായിരിക്കും, വിഷൻ തന്നെ എന്തായിരിക്കും, പോളിസി തന്നെ എന്തായിരിക്കും, അവർക്ക് അവരുടെ കമ്പനി എന്ത് ചെയ്യുക, ഗ്ലോബൽ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ കൺട്രോൾ ഇൻഫ്ലേഷൻ ആൻഡ് പ്രൈസ് റൈസ്ക്. ഇൻഫ്ലേഷൻ, നാണയപ്പെരുപ്പം കൺട്രോൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ വില ഉയരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു പ്രധാനപ്പെട്ട റീസണാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയ ചാപ്റ്റർ ബിസിനസ് എൻട്രി സ്ട്രാറ്റജീസ് എന്നുള്ളതാണ്. അതിൽ റീസൺസ് ഫോർ എൻറ്ററിങ് ഇൻ ടു ദി ഇൻ്റർനാഷണൽ മാർക്കറ്റ്, ഇത്രയും ആ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.